Good morning, students. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പോളിമർ കെമിസ്ട്രിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പോളിമേഴ്സ് എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുക അല്ലേ, നേച്ചറിൽ നിന്ന് കിട്ടുന്നവ, സിന്തറ്റിക് ആയിട്ടുള്ളവ, സെമി സിന്തറ്റിക് ആയിട്ടുള്ളത്, പിന്നെ സ്ട്രക്ചറിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, പിന്നീട് ടെമ്പറേച്ചർ ബിഹേവിയർ അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇനി നമുക്ക് നമ്മുടെ യഥാർത്ഥ പോർഷനിലേക്ക് വരാം. ഇറ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് പോളിത്തിലീൻ. അതായത് രണ്ട് ടൈപ്പ് പോളിത്തിലീൻ ഉണ്ട്, ലോ ഡെൻസിറ്റി പോളിത്തീൻ ആൻഡ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പം ഈ ടൈപ്പ് ഓഫ് പോളിമർ, ഇത്രയും പോളിമറിന്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസ് യൂസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം നമുക്കിന്ന് പോളിത്തിലീനെ കുറിച്ച് പഠിക്കാം. പോളി എഥിലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പോളിമർ ഓഫ് എഥിലീൻ. എഥിലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ അല്ലേ, രണ്ട് കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ, അത് എഥിലീൻ അല്ലെങ്കിൽ നമ്മൾ ഈത്തീൻ എന്നാണ് എഴുതുക. ഇത് കോമൺ നെയിം ആണ് എഥിലീൻ. UPSC നെയിം എന്ന് പറഞ്ഞാൽ ഈത്തീൻ, ബൈ എലില്ല. ഇപ്പൊ എന്തായി? അത് ഈത്തീനായി. ഇ ഫോർ ഡബിൾ ബോണ്ട്. അപ്പം രണ്ട് കാർബൺ ആറ്റം, അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട്. ഹൈഡ്രോ കാർബൺ ആയത് കാരണം ബാക്കി വാലൻസി ഫിൽഡ് ബൈ ഹൈഡ്രജൻ. അപ്പൊ ഇതാണ് എഥിലീൻ മോളിക്യൂൾ അല്ലെങ്കിൽ ഈഥീൻ മോളിക്യൂൾ. ഇതാണ് ഇതിന്റെ മോണോമർ. ഇത് പോളിമറൈസ് ചെയ്താൽ യു വിൽ ഗെറ്റ് പോളി എഥിലീൻ അല്ലെങ്കിൽ പോളിത്തീൻ. നമ്മൾ പോളിത്തീൻ കവർ എന്നൊക്കെ പറയാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ പോളിത്തിലീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോളിമർ ഓഫ് എഥിലീൻ മോണോമർ. ഈ മോണോമർ പല തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് പോളിത്തിലീൻ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി നോക്കി ഇത് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ട് കാർബൺ ആറ്റം കണക്റ്റഡ് ടു 4 ഹൈഡ്രജൻ ആറ്റം. അപ്പൊ ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് ഈ ഡബിൾ ബോണ്ട് പൊട്ടി, ഇതിന്റെ ഇടയിൽ പൊട്ടി. അപ്പൊ ഇവിടെ ഒരു വാലൻസി, ഇവിടെ ഒരു വാലൻസി. ആ വാലൻസി ഫിൽഡ് ബൈ അതർ എഥിലീൻ മോളിക്യൂൾ. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് വേറെ എഥിലീൻ മോളിക്യൂൾ വരും. അപ്പം ഇത് രണ്ട് എഥിലീൻ മോളിക്യൂള്, ഇതിന്റെ അടുത്ത് വീണ്ടും എഥിലീൻ മോളിക്യൂൾ വരുമ്പോൾ അടുത്ത എഥിലീനായി, വീണ്ടും അടുത്ത എഥിലീൻ. അങ്ങനെ n നമ്പർ ഓഫ് മോണോമേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ യു വിൽ ഗെറ്റ് പോളിത്തിലീൻ. ഓക്കെ, അപ്പൊ ഇതിലെ റിപ്പീറ്റിംഗ് യൂണിറ്റ്, നമുക്ക് ഈ മൊത്തം പോളിമർ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ ഇതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന യൂണിറ്റ് മാത്രം എഴുതി കാണിക്കും. അതാണിത് CHH n ടൈംസ്, റിപ്പീറ്റഡ് n ടൈംസ്. അപ്പൊ ഇതിൽ ക്ലാരിറ്റി കുറച്ച് കുറവാണ് ഈ ഫിഗറിന്. അത് വേറൊന്നുമില്ല, ഇത് ഇതിനെ എഴുതിയിരിക്കുന്നു, അത് റിപ്പീറ്റ് ചെയ്ത് യു വിൽ ഗെറ്റ് CHH സിംഗിൾ ബോണ്ട് CHH n ടൈംസ്. n എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എത്ര n റിയാക്ടന്റ് ഉണ്ടോ അത്രയും ഇക്വലന്റ് ആയിട്ടുള്ള അത്രയും നമ്പർ ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഇതിൽ 100 എണ്ണം ഉണ്ടെങ്കിൽ 99 റിപ്പീറ്റിംഗ് n-1 റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഒരു പോളിമറിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ പോളിമറിനെ ഇത്രയും വലിച്ചു നീട്ടി എഴുതുന്നതിന് പകരം നമുക്ക് ആ റിപ്പീറ്റിംഗ് യൂണിറ്റ് മാത്രം കാട്ടി ഇങ്ങനെ എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊളാപ്സ്ഡ് ഫോം, ഇത് എക്സ്പാൻഡഡ് ഫോം ആണ്, ഇത് കൊളാപ്സ്ഡ് ഫോമിൽ CH2 n ടൈംസ് ഇങ്ങനെയും എഴുതാം. ഇതെല്ലാം എന്ത് തന്നെയാണ്? പോളിത്തിലീൻ തന്നെയാണ്. നമുക്ക് എങ്ങനെയാണ് പോളിത്തിലീൻ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് പല രീതിയിൽ പോളിത്തിലീൻ ഉണ്ടാകാം. നിങ്ങൾക്കറിയാം, ഇതെല്ലാം പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്ന ഹൈഡ്രോ കാർബണ്, പെട്രോളിയത്തിൽ നിന്ന് കിട്ടുന്ന എഥിലീനെ പോളിമറൈസ് ചെയ്തിട്ടാണ് പോളിത്തിലീൻ കിട്ടുക. അപ്പൊ എല്ലായിടത്തും നിങ്ങൾ നോക്കിയാൽ എഥിലീനിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇത് കിട്ടുന്നത് പെട്രോളിയത്തിൽ നിന്നാണ്, ഇതെല്ലാം എഥിലീനിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് സെയിം റിയാക്ഷൻ, പോളിമറൈസേഷൻ ടു പോളിത്തിലീൻ. ഇവിടെയും പോളിമറൈസേഷൻ ടു പോളിത്തിലീൻ, ഇവിടെയും പോളിമറൈസേഷൻ ടു പോളിത്തിലീൻ. അപ്പം 3 സോഴ്സസ് ആണ്. ഒന്നെന്ന് പറയുന്നത് നാച്ചുറൽ ഗ്യാസ് നിന്ന് അതിനെ സെപ്പറേറ്റ് ചെയ്ത്, നാച്ചുറൽ ഗ്യാസിൽ കുറെ കമ്പോണൻസ് ഉണ്ട്, അതിൽ നാച്ചുറൽ ഗ്യാസ് മാത്രം സെപ്പറേറ്റ് ചെയ്യും. അതിൽ നിന്ന് ഈഥീനും പ്രൊപ്പൈനും മാത്രം ഐസൊലേറ്റ് ചെയ്യും.
അതിനെ നമ്മൾ സ്റ്റീം ഉപയോഗിച്ച് ഫർദർ ഡീകമ്പോസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എഥിലിൻ. ഓക്കെ. ഈ നാഫ്തലിൻ എന്ന് പറയുന്നത് പെട്രോളിയം ബൈ പ്രോഡക്റ്റ് ആണ്. അതിനെ നമുക്ക് സ്റ്റീം ക്രാക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് എഥിലിൻ. ഇല്ലെങ്കിൽ മൊളാസസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ബാക്ടീരിയ ആണ്. അതിനെ ഫെർമെന്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഈഥൈൽ ആൽക്കഹോൾ, അതായത് എഥനോൾ കിട്ടും. അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് എഥിലിൻ. നമ്മൾ ആൽക്കഹോൾ റിയാക്ഷൻസ് ഓഫ് ആൽക്കഹോളിൽ പഠിച്ചതാണ്. എഥനോളിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു വാട്ടർ മോളിക്യൂൾ പോയാൽ യു വിൽ ഗെറ്റ് എഥിലിൻ. അപ്പൊ എല്ലായിടത്തും എഥിലിൻ കിട്ടി. ഇനി ചെയ്യാൻ പോകുന്നത് ഒരേപോലത്തെ റിയാക്ഷൻ ആണ്. എഥിലിനെ പോളിമറൈസ് ചെയ്യുക, അണ്ടർഗോ പോളിമറൈസേഷൻ ആൻഡ് യു വിൽ ഗെറ്റ് പോളിയെത്തിലീൻ. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് നമുക്ക് എഥിലിനെ പോളിമറൈസ് ചെയ്ത് പോളിയെത്തിലീൻ കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ മെക്കാനിസം ആണ്. ഓക്കെ, ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ മെക്കാനിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് പോളിമറൈസേഷൻ ആണ്. അപ്പൊ ഇനി ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം അതില് അതിലെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുക? A reaction in which polymer chain is formed by combining large number of small molecules called monomer. അതിനാണ് പോളിമറൈസേഷൻ എന്ന് പറയുക. ഏതൊരു പോളിമറൈസേഷൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്പാണ് ഉണ്ടാവുക: ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. അതിൽ ഇനിഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ പോളിമറൈസേഷനിൽ നടക്കുന്നത് പുതുതായിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്ന റിയാക്ഷൻ, അതിനാണ് ഇനീഷ്യേഷൻ എന്ന് പറയാം. അപ്പം നമ്മുടെ കേസിൽ, അതായത് പോളിയെത്തിലീന്റെ കേസിൽ, ഇവിടെ ഒരു ബെൻസോയിൽ പെറോക്സൈഡ് മോളിക്യൂൾസ് ആണ് സാധാരണ ഇനിഷ്യേറ്റർ ആയിട്ട് ഉപയോഗിക്കുക. പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഓക്സിജൻ ആറ്റം കണക്റ്റഡ് ബൈ സിംഗിൾ ബോണ്ട്. അതിനെയാണ് പെറോക്സൈഡ് എന്ന് പറയാം. ഇവിടെ ബെൻസീൻ ആണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡോ, ഇവിടെ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡോ. അപ്പൊ എങ്ങനെ ആയിരുന്നാലും പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ OO ലിങ്കേജ് ഉള്ളതായിരിക്കും. പിന്നെ നമ്മൾ എനർജി കൊടുത്താൽ ഇത് ഇവിടെ OO ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് ഒരേപോലെ ക്ലിയർ ചെയ്ത് നമുക്ക് 2 RO റാഡിക്കൽ ഉണ്ടാവും. ഓക്കെ, RO റാഡിക്കൽ ഇവിടെ പുതുതായിട്ടുണ്ടാവും. ആ RO റാഡിക്കലാണ് ഇനിഷ്യേറ്റർ. അയാളാണ് ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇയാൾ എന്ത് ചെയ്യും? ആദ്യത്തെ എഥിലിൻ മോളിക്യൂൾ വന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ ഇനിഷ്യേറ്റർ വന്നിട്ട് ഫസ്റ്റ് മോണോമർ മോളിക്യൂൾ, അത് ഈഥീനാണ്, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ RO നേരെ വന്ന് ഒരു കാർബൺ ഏതെങ്കിലും ഒരു ടെർമിനലിൽ ചെന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ പുതുതായിട്ട് O കാർബൺ ബോണ്ട് ഉണ്ടാവും. അപ്പൊ കാർബണിന്റെ വാലൻസി 5 ആവും. കാർബൺ എന്ത് ചെയ്യും? ഈ ബോണ്ടും ഈ റാഡിക്കൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ റാഡിക്കൽ ഉണ്ടാവണമല്ലോ. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെയും ഒരു റാഡിക്കൽ, ഇവിടെയും ഒരു റാഡിക്കൽ, ഈ കാർബൺ റാഡിക്കലും ഈ ഓക്സിജൻ റാഡിക്കലും കൂടെ ബോണ്ട് ഉണ്ടാക്കി ROC ബോണ്ട് ഉണ്ടായി. ഇപ്പൊ ഇവിടുത്തെ റാഡിക്കൽ അൺറിയാക്റ്റഡ് ആണല്ലോ, അയാൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ എന്താണ് നടക്കുക? Initiator will undergo homolytic fission to form radicals, and that radical will start the reaction. അയാൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ ഇഷ്ടംപോലെ ചെയിൻ പ്രൊപ്പഗേറ്റ് ചെയ്യും. അതായത് ഈ ആള് നമ്മൾക്ക് ഇവിടെ ഉണ്ടായ അയാള് അടുത്ത മോളിക്യൂൾ എഥിലിനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ എഥിലിൻ ഇവിടെ റാഡിക്കൽ റിയാക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ റാഡിക്കൽ ഉണ്ടാകണം. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് ക്ലീവ് ചെയ്ത് ഇവിടെ ഒരു ഇവിടെ ഒരു റാഡിക്കൽ, ഇവിടെ ഒരു റാഡിക്കൽ, അങ്ങനെ ഹോമോലിറ്റിക് ആയിട്ട് ക്ലീവ് ചെയ്യുന്നു. എന്നിട്ട് ഈ റാഡിക്കലും കൂടെ ബോണ്ട് ഉണ്ടാക്കും. അപ്പം ROCC. അപ്പൊ ഈ കാർബണും ബോണ്ടായി, ഈ കാർബണിൽ ഒരു റാഡിക്കൽ ഉണ്ടായി. ആ റാഡിക്കൽ അടുത്ത എഥിലിനുമായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് until all the available monomers are reacted. അതുവരെ ആ റിയാക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്യും. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടെർമിനേഷൻ. അതായത് ഇനിഷ്യേഷന്റെ ഓപ്പോസിറ്റ്. ഇനിഷ്യേഷനിൽ പുതുതായിട്ട് റാഡിക്കൽ ഉണ്ടായി, ഇവിടെ റാഡിക്കൽ ഉണ്ടായത് കമ്പൈൻ ചെയ്ത് റാഡിക്കൽ അല്ലാത്ത സ്പീഷീസിലേക്ക് മാറും. അപ്പൊ 2 ചെയിൻ, ഇങ്ങനെയുള്ള 2 ചെയിൻസ് എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന 2 ചെയിൻസ് ആണ്. അവർ തമ്മിൽ പരസ്പരം ഈ റാഡിക്കലും കൂടെ റിയാക്ട് ചെയ്ത് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടായി. അപ്പൊ ഇത് റാഡിക്കൽ ആയിരുന്നത് റാഡിക്കൽ അല്ലാണ്ടായി. അപ്പൊ അതിനെയാണ് ടെർമിനേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പോളിയെത്തിലീൻ നമുക്ക് പോളിമറൈസേഷൻ വഴി, എഥിലിനെ പോളിമറൈസേഷൻ വഴി പോളിത്തീൻ ഉണ്ടാക്കിയെടുക്കും. ഈ പോളിത്തീൻ തന്നെ 2 വിധമുണ്ട്. ഒന്നെന്ന് പറയുന്ന ലോ ഡെൻസിറ്റിയും, രണ്ടെന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റിയും.
ലോ ഡെൻസിറ്റിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഒന്നുകിൽ അത് ലീനിയർ ചെയിൻസ് ആയിരിക്കും, ലോ ഡെൻസിറ്റിയിൽ ബ്രാഞ്ച്ഡ് ചെയിൻ ആയിരിക്കും, ഹൈ ഡെൻസിറ്റിയിൽ ലീനിയർ ചെയിൻസ് ആയിരിക്കും. അപ്പം ബ്രാഞ്ച്ഡ് ചെയിൻ വരുമ്പോഴാണ് നമുക്കിത് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലേ. അല്ല, ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ കണ്ടു ഇതിനകത്ത് എത്ര ചെയിൻസ് ആണെങ്കിലും ഇനി ആഡ് ചെയ്യാം. ഈ ഒരു ഏരിയക്കകത്ത് ഇഷ്ടം പോലെ ചെയിൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ഹൈ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്, HDP എന്ന് പറയും. ബ്രാഞ്ചസ് വന്നാൽ നമുക്ക് പാക്കിംഗ് ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്ത് മാക്സിമം ഇത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഏരിയക്കകത്ത്. അതുകൊണ്ടാണ് അതിനെ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ബ്രാഞ്ച്ഡ് ആണ്. LDP ബ്രാഞ്ച്ഡും HDP ലീനിയറും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് മോർ ഫ്ലെക്സിബിൾ ആയിരിക്കും. മോർ ഫ്ലെക്സിബിൾ ആണ് ലോ ഡെൻസിറ്റി. ഇയാൾ ഹൈ ഡെൻസിറ്റി കുറേ ചെയിൻസ് ഉള്ളത് കൊണ്ട് വളരെ റിജിഡ് ആയിരിക്കും. ട്രാൻസ്പെറൻസി കൂടുതൽ ലോ ഡെൻസിറ്റിക്ക് ആയിരിക്കും. മറ്റേയാൾ ഓൾമോസ്റ്റ് ഒപ്പേക്ക് ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കിയെല്ലാം സിമിലർ ആണ്. കെമിക്കലി ഇനേർട്ട്, രണ്ടുപേരും കെമിക്കലി ഇനേർട്ടും ആയിരിക്കും. പോളിത്തീൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് പോളിത്തീൻ ആർ ന്യൂമറസ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്ലാസ്റ്റിക് ആണ് പോളിത്തീൻ. അത് ധാരാളം ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പാക്കിംഗ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മുടെ ക്യാരി ബാഗ്, പിന്നെ എന്താണ് പൈപ്പ്, പോളിവിനൈൽ ക്ലോറൈഡും ഉപയോഗിക്കാറുണ്ട്, പോളിത്തീൻ പൈപ്പും ഉപയോഗിക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ഹിപ്പ് ജോയിന്റിന്റെ ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ് ആണിത്. നമ്മൾ വാതിലെ പിടിയെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഇത് മുട്ടിൽ വെക്കുന്ന ഒരു ഇംപ്ലാന്റ് ആണ്. അപ്പം ബയോളജിക്കൽ ഇംപ്ലാന്റ് ആയിട്ടും പോളിത്തീൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം മുട്ട് പൊട്ടിപ്പോയവർക്ക്, ഇല്ലെങ്കിൽ കൈയുടെ എല്ല് രണ്ടായിട്ട് പൊട്ടിപ്പോയവർക്ക് സ്റ്റീൽ ഇടാറുണ്ട്. അതേപോലെ തന്നെ ഇനേർട്ട് ആയതുകൊണ്ട് പോളിത്തീനും ഉപയോഗിക്കാം. കാരണം പോളിത്തീൻ മെക്കാനിക്കലി സ്ട്രോങ് ആണ്, കെമിക്കലി ഇനേർട്ടുമാണ്. അത് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാക്കാതെ നമുക്ക് പോളിത്തീൻ ഇംപ്ലാന്റ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പല വിധത്തിൽ നമുക്ക് പോളിത്തീൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഇതാണ്. നേരത്തെ കാണിച്ച ക്ലാരിറ്റി പറഞ്ഞ ഫിഗർ ഇതാണ്. CH2 N ടൈംസ്. ഇങ്ങനെയാണ് പോളിത്തീൻ ഗ്രാന്യൂൾസ് ഇരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് പോളിത്തീൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ഡിഫറൻസസ് ഓഫ് LDP ആൻഡ് HDP, ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കുക. ഇതിന്റെ ഡിഫറൻസ്, ഈ സ്ലൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, ലോ ക്രിസ്റ്റലാനിറ്റി, മോർ ഫ്ലെക്സിബിൾ, ഗുഡ് ട്രാൻസ്പെറൻസി, അങ്ങനെ പഠിച്ചാൽ മതി. ഇതിന്റെ കാര്യമാണ്, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഇതിന്റെ പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, ഡിഫറൻസസ്, ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. നമുക്കിങ്ങനെ ഓരോ പോളിമർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് വരാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.